ഇപ്പോൾ 15-അംഗ സംഘം 3 ബോട്ടുകളിലായി പുഴയിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യഘട്ട പരിശോധനകൾക്കായാണ് സംഘം പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 2 ഘട്ടമായിട്ടായിരിക്കും ഈ രക്ഷാദൗത്യം നടക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാലും ആദ്യത്തെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും 2ാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും അടിയൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യം വലിയ വെല്ലുവിളിയായി നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അടിയൊഴുക്ക് കുറഞ്ഞു എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ പോലും കൃത്യമായി അടിയൊഴുക്ക് കുറഞ്ഞാൽ ഉടൻ തന്നെ സംഘം അടിത്തട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അത്തരത്തിൽ പോകാൻ കഴിയില്ല. കാരണം കൃത്യമായ സംവിധാനങ്ങളില്ലാതെ രക്ഷാദൗത്യം നടത്താൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് താഴേക്ക് ഇറങ്ങാൻ, മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓക്സിജൻ സിലിണ്ടർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അടിത്തട്ടിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഏതൊരവസരത്തിലും കാലാവസ്ഥ പ്രതികൂലമാകാനുള്ള സാഹചര്യമുണ്ട്, അടിയൊഴുക്ക് കൂടാനുള്ള സാഹചര്യമുണ്ട്, പുഴയുടെ ആഴം വളരെ നിർണായകമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആനന്ദ് തുടരുന്നുണ്ട്. ആനന്ദ്, ഇപ്പോൾ ഏത് തരത്തിലാണ് ആദ്യഘട്ട പരിശോധന മുന്നോട്ട് പോകുന്നത്? ആദ്യഘട്ട പരിശോധന എത്ര നേരം നീളും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അനിശ്ചിതത്വമാണ്. എങ്കിൽ പോലും ഇപ്പോൾ നിലവിലെ അടിയൊഴുക്കിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ കുറച്ചൊന്ന് ശാന്തമായിട്ടുണ്ട്. മഴയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ, കാറ്റ് വീശാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും പുഴയിലെ അടിയൊഴുക്ക് നേരത്തതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷെ അവിടെയും പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഈ പുഴയുടെ ഈ ഒരു ഒഴുക്കിനെ, ഈ ഒരു പുഴയുടെ ഗതിയെ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ മറ്റേ തടയണകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ താൽക്കാലികമായി ഒരു തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. അത് തന്നെയാണ് സേന പറയുന്നതും മേജർ രവി സാർ നേരത്തെ നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. അതായത് അത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുഴയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് ഏകദേശം ഈ ഗംഗാവാലി പുഴയ്ക്ക് 240 മീറ്ററോളം വീതിയാണുള്ളത്, 60 അടിയോളം താഴ്ചയുണ്ട്. അത് മാത്രമല്ല അത്രയും വികാസമുള്ള ഒരു പുഴ, ഗതി മാറാൻ ഒഴുകാൻ യാതൊരു മടിയുമില്ലാത്ത പുഴയാണ് ഗംഗാവലി എന്ന് പറയുന്നത്. അത് നിരവധി തവണ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുത്തിയൊഴുകുന്ന ഒരു പുഴയുടെ ഒരു പ്രദേശത്ത് മാത്രം ഇത്തരം തടയണകൾ ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ ഒഴുക്കിനെ നിയന്ത്രിക്കാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോകാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രതികരിച്ച 2 MLA മാരും പറഞ്ഞത്. അത് തന്നെയാണ് അവിടെ നടക്കുന്നതും. അപ്പൊ സ്വാഭാവികമായും ഈ ഇദ്ദേഹം ഇന്ദ്രപാൽ പറയുന്നതനുസരിച്ച് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ തുടരുകയാണെങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കും. ഇപ്പോൾ 2ാമത്തെ ബാറ്ററിയും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാർവാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് പറയുന്ന ആ ഡ്രോണിന്റെ ബാറ്ററി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തകം തന്നെ 2ാമത്തെ ഡ്രോണും പൂർണ്ണ സജ്ജമായിക്കൊണ്ട് തന്നെ അവിടെ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ ഈ 2 ഡ്രോണുകൾ ഒരേ സമയം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. കൂടുതൽ ചിത്രങ്ങൾ പകർത്തുക എന്ന് മാത്രമല്ല ആ ഡ്രോണുകളുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, മറിച്ച് ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ വഴി എങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. നമുക്കറിയാം, ഈ നേരത്തെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഏകദേശം 5 മീറ്ററോളം താഴെയാണ് ഈ ലോറിയുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്, ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മുങ്ങൽ സംഘത്തിനെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും കണ്ടെത്താനാവുക. അദ്ദേഹം ഈ ഇന്ദ്രപാൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് 2 മണിക്കൂറിനകം തന്നെ, അതായത് ഈ ഡ്രോൺ പറത്തി സിഗ്നൽ എടുത്തുകൊണ്ട് 2 മണിക്കൂറിനകം തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യത കൈവരിക്കുകയും തുടർന്ന് അവിടെ സർവ്വസജ്ജമായി നിൽക്കുന്ന ഈ ഡീപ് ഡൈവേഴ്സ് സംഘങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ കാര്യങ്ങൾ, അതായത് മുൻപോട്ട് ആദ്യ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ ട്രക്കിനകത്ത് അർജുനുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യ പരിശോധന. ഈ ഡ്രോണുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പരിശോധനകൾക്ക് തുടക്കമാവും. പക്ഷേ നേരത്തെ നമ്മൾ വീണ്ടും സൂചിപ്പിച്ചിരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, 2ാമത്തെ ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ അവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യം നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് എത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ നല്ല ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഏകദേശം 1 മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂടി ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ മണ്ണിടിഞ്ഞ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് 2ാമത്തെ ബൂം യന്ത്രവും എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 2 യന്ത്രങ്ങൾ നിലവിലവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട, അതായത് അവർക്ക് ഈ ലോറി പെട്ടുകിടക്കുന്നു, ലോറി മണ്ണിനടിയിൽ കിടക്കുന്നു എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക്, ആ മണ്ണിനടിയിലേക്ക് എത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലമൊരുക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ, റിവർ ബെഡ് ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്കുള്ള മണ്ണ് എത്തിക്കൊണ്ടിരിക്കുന്നു. പുഴയിൽ നിന്ന് നമുക്ക് ഏകദേശം 20 മീറ്ററോളം അകലെ എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ബൂം ലെങ്ത് സംവിധാനങ്ങൾക്ക് അവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ ലെങ്ത് സംവിധാനങ്ങൾ വഴി മണ്ണ് കോരിയിടാനുള്ള എല്ലാ രീതികളും, എല്ലാ പ്രവർത്തനങ്ങളും അല്പസമയത്തിന് തുടങ്ങും. മറ്റ് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ലെങ്ത് സംവിധാനങ്ങൾ ഓൾറെഡി അവിടെ നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ 2ാമത്തെ യന്ത്രം എത്തുന്നതോടുകൂടി തന്നെ ഈ രക്ഷാദൗത്യത്തിന്റെ ഒരു പുരോഗതി വേഗത കൈവരിക്കും. ഒരു പക്ഷേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ഇന്ദ്രപാൽ സാർ നേരത്തെ സൂചിപ്പിച്ച മാധ്യമങ്ങളോട് അത് തന്നെയാണ്. അതായത് എന്തെല്ലാം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിലും, എന്തെല്ലാം പ്രതികൂലമായ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും
അതിനെല്ലാം മറികടക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ തന്നെയാണ്, യന്ത്രസാമഗ്രികൾ തന്നെയാണ് അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വാർത്ത വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കേൾക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളോട് കൂടെ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. നമുക്ക് ശ്രീജിത്തിലേക്ക് കൂടി പോകാം. ശ്രീജിത്ത്, അതായത് ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച, അതായത് നമ്മൾ ചാനലിനോട് സംസാരിച്ച സന്നദ്ധ സേനാംഗങ്ങൾ പ്രധാനമായി ഉന്നയിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ്. അതായത് നിലവിൽ ആ പ്രദേശം ഈ റോഡ് നിർമ്മിക്കാൻ ഉതകുന്നതാണോ എന്നുള്ള ഒരു സംശയത്തിൽ അല്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് നേരിട്ട് കണ്ട ആളുകളിൽ നിന്ന് ശരിക്കും അവർ പറയുന്നത്. എന്താണ് താങ്കൾ, കഴിഞ്ഞ 5-6 ദിവസങ്ങളായി ഈ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, എല്ലാം നേരിട്ട് കാണുന്ന ഒരാളാണ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്തായാലും ഇതൊരു കുന്നിൻ പ്രദേശമായിരുന്നു. ഈ റോഡ് നിർമ്മാണത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഈ സ്ഥലത്തെത്തിയപ്പോഴാണ്. കാരണം ഈ കുന്ന് വലിയ രീതിയിൽ തന്നെ ഇടിച്ചു മാറ്റിയാണ് ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ നിരന്തരം വെള്ളം ഒഴുകി വരുന്ന ഒരു പ്രദേശത്ത് കുന്നിൻ മുകളിൽ നിന്നും നിരന്തരം നീർ ഉറവകൾ താഴേക്ക് ഒലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ആ പ്രദേശം എപ്പോഴും നനഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആനന്ദ്, അവിടെ നിലവിൽ നാവികസേന അംഗങ്ങൾ അവിടെ പരിശോധന നടത്തുകയാണ്. അവർ പ്രധാനമായി പരിശോധന നടത്തുന്നത് ആ പ്രദേശത്തേക്ക് അടിയൊഴുക്കുള്ള കാര്യം നമുക്കറിയാം. ആ അടിയൊഴുക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുമോ എന്നാണ് നിലവിൽ അവിടെ ഏറ്റവും പുതുതായി നടക്കുന്ന കാര്യം. അവർ അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അത്തരത്തിൽ അനുകൂലമായാൽ ചിലപ്പോൾ ആ ഏറ്റവും ശുഭകരമായ അവർക്ക് പുഴയിലെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയും, നമ്മൾ പ്രതീക്ഷിക്കും പോലെ തന്നെ. കാരണം ആ ലോറി കിടക്കുന്ന സ്ഥലം ആദ്യം കണ്ടെത്തും. അതിനുവേണ്ടിയാണ് നിലവിൽ റഡാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഡ്രോൺ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തിയ ശേഷം ആ സ്ഥലത്തേക്ക് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നാണ് അവർ നിലവിൽ പരിശോധിക്കുന്നത്. മറ്റൊരു കാര്യം തന്നെ, അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതാണ് ഈ തടയണ നിർമ്മിക്കുന്നതിനെ കുറിച്ച്. കാരണം വലിയ കുത്തൊഴുക്കാണ്. ഇന്നലെ തന്നെ നമുക്ക് അർജുന്റെ ലോറി കണ്ടെത്താമായിരുന്നു. പക്ഷേ ആ അടിയൊഴുക്കായിരുന്നു അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഇന്നും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗത്തിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. അവിടെ തടയണ നിർമ്മിച്ച് കല്ലുകളും അതോടൊപ്പം തന്നെ കഷ്ണങ്ങളും ഇട്ട് ആ ഒഴുക്കിനെ തടയാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് വളരെ വലിയ ചർച്ച നടന്നിരുന്നു. വീണ്ടും അതിന് അടിയൊഴുക്കിന് ഒരു അന്ത്യമില്ല. കാരണം ഓരോ നിമിഷവും കുത്തൊഴുക്കിയായി എത്തുകയാണ്. കാരണം 15 അംഗ സംഘം 3 ബോട്ടുകളിലായി പുഴയിലേക്ക് ആദ്യഘട്ട പരിശോധനയ്ക്കായി ഇറങ്ങിയിട്ടുണ്ട്. അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ ആദ്യം തന്നെ അർജുനെ കൊണ്ട് കരയിലേക്ക് എത്തിക്കുക എന്നതാണ് പരമപ്രധാനമായ ദൗത്യം. അതിനുശേഷം മാത്രമേ ലോറി കരയ്ക്ക് എത്തിക്കൂ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ പോലും ആദ്യഘട്ട പരിശോധനകൾ കൃത്യമായി നടത്തി അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രണ്ടാം ഘട്ട പരിശോധനകൾക്കും അല്ലെങ്കിൽ രണ്ടാം ഘട്ട ദൗത്യത്തിനുമായി സംഘം പുഴയിലേക്ക് ഇറങ്ങും എന്നാണ് വിദഗ്ധർ പറയുന്നത്.